Hi dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് JEE Mains 2026 ഫേസ് 1 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 24th ജനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോവാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ലെസണിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സും കറണ്ട് ഡിവൈഡർ റൂളും ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ റീഡിംഗ് ഓഫ് അമ്മീറ്റർ എ ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ അവരൊരു അമ്മീറ്റർ കാണിച്ചിട്ടുണ്ട്. ആ അമ്മീറ്ററിന്റെ റീഡിംഗ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ക്ലിയർ ആണ്. എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ ഈ കപ്പാസിറ്ററിലൂടെ എന്ത് ചെയ്യൂല, കറണ്ട് ഫ്ലോ ചെയ്യൂല, അത് ഓപ്പൺ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ കപ്പാസിറ്റർ വരുന്ന ഈ ബ്രാഞ്ച് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ഈ കപ്പാസിറ്റർ വരുന്ന ബ്രാഞ്ച് ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, സോ ഞാൻ എൻ്റെ ഈ ഒരു ബ്രാഞ്ച്, കപ്പാസിറ്റർ വരുന്ന ബ്രാഞ്ച് ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, സോ സിറ്റുവേഷൻ മാറി. ഇനി എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അപ്പം ഇനി നമ്മൾ ആ ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ ഈ രണ്ട് 8 ohm റെസിസ്റ്റേഴ്സ് നൗ പാരലൽ ആയിട്ട് വന്നു അല്ലെ. അപ്പൊ രണ്ട് ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് R/2 അല്ലെ. അപ്പൊ ഇത് 8/2 4 വരും അല്ലെ. അപ്പൊ ഇത് 4 വന്നാല് ഈ 4 ohm ഈ 4 ohm സീരീസിൽ വരും. ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. സോ എൻ്റെ കയ്യിലുള്ള ഫിഗർ ഇങ്ങനെയാണ്. ഒരു സെല്ല് ഇവിടെ ഉണ്ട്, ഒരു 10 volt സെല്ല് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞൊരു 1 ohm റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനിതാ ഇവിടേക്കൊരു 8 ohm റെസിസ്റ്റൻസ് ഉണ്ട്. റൈറ്റ്, ഇവിടെ ഒരു 4 ohm റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി നമ്മൾ കണ്ടത് ഈ രണ്ട് 8 ohmകൾ പാരലൽ ആണ്. സോ അതൊരു 4 ohm റെസിസ്റ്റൻസ് ആയിട്ട് മാറി. സോ ഫിഗർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് 4 ohm റെസിസ്റ്റേഴ്സ് വളരെ ക്ലിയർ ആണ്, സീരീസിലാണ്. അപ്പൊ എത്ര വന്നു? 8 ohm വന്നു. ഓക്കെ, സോ അടുത്തൊരു ഫിഗർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അല്ലെ, സോ ഇവിടെ ഈ രണ്ട് 4 ohm റെസിസ്റ്റേഴ്സ് സീരീസിലായതുകൊണ്ട് എനിക്ക് എത്ര എഴുതാം? 8 ohm റെസിസ്റ്റൻസ് എഴുതാം. സോ എൻ്റെ ഫിഗർ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തു. ഒരു 10 volt സെല്ലുണ്ട്, പിന്നെ ഒരു 1 ohm റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഇനി നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? രണ്ട് 8 ohm റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആക്ച്വലി ഇത് ഇവിടെയാണ് ആരുള്ളത്? ഇവിടെയാണ് നമ്മുടെ അമ്മീറ്റർ കിടക്കുന്നത്. ഈ ഒരു സ്ഥലത്താണ് ഇത്, ഇവിടെയാണ് നമ്മുടെ അമ്മീറ്റർ ഉള്ളത് അല്ലെ. ഇവിടെയാണ് അമ്മീറ്റർ ഉള്ളത്, അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയാണ് അമ്മീറ്റർ ഉള്ളത്. ഓക്കെ, ആ അമ്മീറ്ററിലെ റീഡിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സെല്ലിന്റെ പോസിറ്റീവ് എന്ന് സപ്പോസ് ഒരു I എന്ന് പറയുന്ന കറണ്ട് വന്നു എന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ അവിടെ വരുന്ന ടോട്ടൽ കറണ്ട് I ആണ് ഇടാ മക്കളെ. ഈ കറണ്ട് ഇങ്ങനെ വന്ന് ഈ ജംഗ്ഷനിലെത്തി അല്ലെ. ആ ജംഗ്ഷനിലെത്തിയാൽ എന്ത് സംഭവിക്കും? കറണ്ടിന് ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം, അത് ഡിവൈഡ് ചെയ്യും. പക്ഷെ നിങ്ങൾ നോക്ക്, ഈ രണ്ട് റെസിസ്റ്റേഴ്സും സെയിം അല്ലേ അല്ലെ. അങ്ങനെ രണ്ട് റെസിസ്റ്റൻസും സെയിം ആണെങ്കിൽ കറണ്ട് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ I എന്ന് പറയുന്ന കറണ്ട് ഇതിൽ വരുവാണെങ്കിൽ അല്ലെ, ആ കറണ്ട് വന്നിട്ട് ആ ജംഗ്ഷനിൽ വെച്ച് ഡിവൈഡ് ചെയ്തു അല്ലെ. ജംഗ്ഷനിൽ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നിങ്ങോട്ട് I/2 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്തു. ഇവിടെ നിങ്ങോട്ട് I/2 പോയി, ഈക്വൽ ആയി ഡിവൈഡ് ചെയ്തു. ആക്ച്വലി ഈ I/2 ആണ് ഇങ്ങനെ വന്നിട്ട് ഈ അമ്മീറ്ററിലൂടെ പോകുന്നത് അല്ലെ. അപ്പൊ അമ്മീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? I/2 അല്ലടാ മക്കളെ അല്ലെ. അപ്പൊ നമ്മൾ ആ ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചാൽ അതിന്റെ ഹാഫ് അല്ലേ ഈ അമ്മീറ്റർ റീഡിങ് വരിക, ശരിയാണോ? റൈറ്റ്. അതിന് ഈ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ ഇങ്ങനെ നെറ്റ്വർക്ക് തന്നാല് അല്ലെ, ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ നിങ്ങൾക്കറിയാം അല്ലെ. അങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയെങ്കിൽ നമ്മൾ കറണ്ട് പഠിച്ചിട്ടുണ്ടാവുക E നെറ്റ് ഡിവൈഡഡ് ബൈ R നെറ്റ് എന്നാണ് നമ്മൾ കറണ്ട് പഠിച്ചിട്ടുണ്ടാവുക, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ ഈ രണ്ട് 8 ohm റെസിസ്റ്റേഴ്സ് പാരലൽ ഇടാ മക്കളെ അല്ലെ. അത് രണ്ടും പാരലൽ ആണെങ്കിൽ 4 ആയിട്ട് മാറിയില്ലേ. അപ്പൊ ഇനി നമ്മുടെ ആൻസർ ഫിഗറിലേക്ക് വന്നാല് ദാ ഒരു 1 ohm റെസിസ്റ്റർ ഉണ്ട് ഇവിടെ അല്ലെ, ഒരു സെല്ല് ഇവിടെ ഉണ്ട്. ഈ രണ്ട് 8 ohmകൾ ചേർന്ന് 4 ohm ആയി. ഇങ്ങനെയാണ് എൻ്റെ ഫിഗർ ഉള്ളത് അല്ലെ. നൗ ആ 1 ohm 4 ohm എന്ത് കണക്ഷനാ? സീരീസ് അല്ലേ.
അല്ലെ? അപ്പൊ നെറ്റ് റെസിസ്റ്റൻസ് 5 എന്ന് വരൂലേ അല്ലെ? അപ്പൊ ഐന്റെ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ഈസ് ഈക്വൽ ടു ആ നെറ്റ് EMF 10 ആണ് അല്ലെ? ഈ നെറ്റ് റെസിസ്റ്റൻസ് 5 ആണ്. ഓക്കെ, അപ്പൊ 10/5 എത്രയാണ്? 2 എന്നല്ലേ നമുക്ക് കിട്ടിയത്? 2 ആംപിയർ എന്നല്ലേ ടോട്ടൽ കറണ്ട് കിട്ടിയത് അല്ലെ? പക്ഷെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ടോട്ടൽ കറണ്ട് കാണാനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെ? നമ്മളോട് ഈ അമ്മീറ്ററിലൂടെയുള്ള കറണ്ട് എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല, I/2 ആണ് അമ്മീറ്ററിലൂടെ പോകുന്നതെന്ന്. അപ്പൊ ടോട്ടൽ കറണ്ടിന്റെ പകുതി അല്ലടാ മക്കളെ ആ അമ്മീറ്ററിലൂടെ പോകുന്നത് അല്ലെ? അപ്പൊ അമ്മീറ്ററിലൂടെ പോകുന്ന കറണ്ട് I/2 എന്ന് വെച്ചാൽ 2/2 എത്രയാണ്? 1 ആംപിയർ എന്നാണ് വരിക. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയോ?